നമസ്കാരം, എല്ലാവർക്കും എ സ്ക്വയർ അക്കാദമിയുടെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. SLC മാത്തമാറ്റിക്സ് സബ്ജക്റ്റിലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പറഞ്ഞു എന്നൊന്ന് റീകോൾ ചെയ്തിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? സീക്വൻസ് എന്താണെന്ന് പറഞ്ഞു, ശ്രേണികൾ എന്താണെന്ന് പറഞ്ഞു, ശ്രേണികളുടെ പൊതുവായ സ്വഭാവമുണ്ട്, ശ്രേണികൾക്കൊരു പൊതുവായ സ്വഭാവമുണ്ട്, ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത് എന്നിങ്ങനെ എടുത്തെടുത്ത് പറയുവാൻ സാധിക്കുന്ന നമ്പർ പാറ്റേണുകളാണ് നമ്മളെന്ത് പറയുന്നത്? ശ്രേണികൾ അഥവാ സീക്വൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെന്താ പറയുന്നത്? സീക്വൻസുകളുടെ ബീജഗണിത രൂപം, ഓൾജിബ്രൈക് ഫോം എഴുതിയില്ലേ. ശ്രേണികളുടെ ബീജഗണിത രൂപം എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു. നമ്മൾ കുറച്ച് എക്സാമ്പിളൊക്കെ എഴുതിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെന്ത് പറഞ്ഞു? ഈ സീക്വൻസുകൾ ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് സീക്വൻസുകളെ, അതായത് ഒരു പ്രത്യേക സ്വഭാവമുള്ള ശ്രേണികളെ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിച്ചു അല്ലേ. അപ്പോൾ ആ പ്രത്യേക സ്വഭാവം എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത്? അതിൽ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ആ ശ്രേണികളിൽ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എല്ലായിടത്തും തുല്യമാണെന്ന് പറയും അല്ലേ. അങ്ങനെയുള്ള ശ്രേണികളാണ് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത് അല്ലേ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺസിക്യൂട്ടീവ് ടേംസ് ആർ ഓൾവേസ് കോൺസ്റ്റന്റ്. അങ്ങനെയുള്ള സീക്വൻസ് ആണ് നമ്മൾ പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ്. ആ ഡിഫറൻസിനെ, അതായത് അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ ഒരു പേര് വിളിക്കും. അതിന് വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. മലയാളത്തിൽ പൊതു വ്യത്യാസം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു സമാന്തര ശ്രേണിയെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ, അവയുടെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്നതിന് പകരം നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, അവയുടെ പൊതു വ്യത്യാസം തുല്യമായിരിക്കും, കോമൺ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും അല്ലേ. അങ്ങനെയുള്ള ശ്രേണികളെ, അങ്ങനെയുള്ള സീക്വൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് സമാന്തര ശ്രേണികളെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം അല്ലേ. സമാന്തര ശ്രേണികളുടെ പ്രത്യേകത, അരിത്തമെറ്റിക് സീക്വൻസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പഠിക്കാം. അതിൽ ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കുന്നത്, ബാക്കിയുള്ള അതിനോട് അനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഒരു 5 സീക്വൻസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഈ സീക്വൻസുകളെല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണികളാണോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ സമാന്തര ശ്രേണികളുടെ പ്രത്യേകതകൾ എന്താണ്? ഒരു ശ്രേണിയെ സമാന്തര ശ്രേണി എന്ന് പറയണമെങ്കിൽ അവയുടെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എല്ലായിടത്തും തുല്യമായിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ശ്രേണികൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയിരിക്കുന്ന ശ്രേണികൾ, ഈ സീക്വൻസ് എല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം അല്ലേ. അപ്പോൾ ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ പ്രത്യേകത? അവയുടെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എല്ലായിടത്തും തുല്യമായിരിക്കണം, അതായത് പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ആദ്യം കിടക്കുന്നത് എന്താണ്? സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ ശ്രേണി. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒന്നുകൂടെ നോക്കാം. ഒറ്റ സംഖ്യകളുടെ ശ്രേണി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? 1, 3, 5, 7 അല്ലേ ആണല്ലോ. ഈ ശ്രേണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സംഖ്യയിൽ തുടങ്ങുന്നു? 1-ൽ തുടങ്ങുന്നു. എത്ര വെച്ച് കൂടി പോകുന്നു? 2 വെച്ച് അല്ലേ. അതായത് അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നിന്ന് നോക്കുക. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുമ്പോൾ, അതായത് 3-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ്, ഇവിടുത്തെ ഡിഫറൻസ് 2 കിട്ടുന്നുണ്ട് അല്ലേ. അങ്ങനെയാണ് എങ്കിൽ ബാക്കിയുള്ളതെല്ലാം ബാക്കിയുള്ള അടുത്തടുത്ത പദങ്ങളെല്ലാം കുറയ്ക്കുമ്പോൾ എന്ത് തന്നെ കിട്ടണം? 2 തന്നെ കിട്ടണം. നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്തത് 5-ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ അവിടെയും കോമൺ ഡിഫറൻസ് 2 കിട്ടുന്നുണ്ട്. അടുത്ത 7-ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ അവിടെയും എത്ര തന്നെ? 2 കിട്ടുന്നുണ്ട് അല്ലേ. അതായത് 2 കൂട്ടി കിട്ടുന്ന സീക്വൻസ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ സീക്വൻസ്, അതായത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്താണ്? ഒറ്റ സംഖ്യകളുടെ ശ്രേണി എന്ന് പറയുന്നത് എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ് ആണല്ലോ. അപ്പോൾ അടുത്തതിനോട് നോക്കാം. അപ്പോൾ അടുത്തത് നേരത്തെ എഴുതിയത് തന്നെയാണ്. എന്താണ്? സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ നമ്പേഴ്സ്? 2, 4, 6, 8 എന്നിങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഈ സീക്വൻസ് സമാന്തര ശ്രേണിയാണോ? ഈ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നോക്കുക. അവിടെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എല്ലായിടത്തും 2 തന്നെയല്ലേ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് എന്ത് തന്നെയാണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. അടുത്തതിലോട്ട് നോക്കാം. അടുത്ത ശ്രേണിയുടെ അടുത്ത സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്?
സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദി ഓഡ് നമ്പേഴ്സ്. ഒറ്റ സംഖ്യ, തുടർച്ചയായ ഒറ്റ സംഖ്യയുടെ പകുതിയായി വരുന്ന ശ്രേണി അല്ലേ. അപ്പോൾ എങ്ങനെ ഒന്ന് എഴുതി നോക്കാം, ശ്രേണി എങ്ങനെ എഴുതി നോക്കാം. എങ്ങനെ വരും? തുടർച്ചയായ ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാ? 1, 3, 5, 7 ഇങ്ങനെ പോകുന്നു അല്ലേ. നേരത്തെ എഴുതിയത് തന്നെയാണ്. ഇതാണ് ഇവിടെ പറഞ്ഞ സീക്വൻസ് അല്ല. ഇവിടെ പറഞ്ഞേക്കുന്നതാണ് ഇതിൻ്റെ പകുതിയായി വരുന്ന സീക്വൻസ്, അതിൻ്റെ ഹാഫ്. അപ്പോൾ എങ്ങനെ വരുമോ? ഓരോന്നിനെ ഹാഫ്, ഒരു സംഖ്യയുടെ ഹാഫ് പകുതി കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്തൊരു 1/2, അടുത്തത് 3/2, അടുത്തത് 5/2, അടുത്തത് 7/2 ഞാൻ കൊണ്ടിരിക്കുന്നില്ലേ. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? സമാന്തര ശ്രേണിയാണോ? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടാം ഭാഗത്ത് നിന്ന് ഒന്നാം ഭാഗം, സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ച് നോക്കുക. 3/2 നിന്ന് 1/2 കുറയ്ക്കുമ്പോൾ അല്ലേ ഡിനോമിനേറ്റർ ഈക്വലാണ്. ഇപ്പോൾ 3 - 1 2 വരും. ഇപ്പോൾ 2/2 എന്ത് കിട്ടും? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 1 കിട്ടും അല്ലേ. അടുത്തതും കുറച്ച് നോക്കുക. 5/2 - 3/2 എന്ത് തന്നെ കിട്ടണം? അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ 1 തന്നെ കോമൺ ഡിഫറൻസ് കിട്ടണം. പൊതുവ്യത്യാസം 1 തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ അടുത്ത് കുറച്ച് നോക്കാം. 5 - 3 എന്ന് പറയുമ്പോൾ എത്രയാ? 2. 2/2 എത്ര കിട്ടും? 1. ഇപ്പം അടുത്തത് കോമൺ ഡിഫറൻസ് 1 തന്നെയാണ്. അതിൻ്റെ അടുത്തതും 7/2 - 5/2 അവിടെയും 1 തന്നെയാണ്. അതായത് ഇവിടെ എത്ര വെച്ച് കൂടി പോകുന്നു? 1 വെച്ച് കൂടി പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയും ഈ സീക്വൻസും എന്ത് തന്നെയാണ്? അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ് ആണല്ലോ. അടുത്തത് സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. 2ൻ്റെ കൃതികളായി വരുന്ന ശ്രേണി. 2ൻ്റെ കൃതികളായി വരുന്ന ശ്രേണി എന്ന് പറയുമ്പോൾ എന്ത് വരും? 2ൻ്റെ ഒന്നാം കൃതി 2/1, 2ൻ്റെ രണ്ടാം കൃതി 2/2, 2ൻ്റെ മൂന്നാം കൃതി 2³ 2ൻ്റെ നാലാം കൃതി 2/4 ഇങ്ങനെ പോകുമല്ലോ അല്ലേ. ഈ പറയുന്ന സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? സമാന്തര ശ്രേണിയാണോ? അപ്പോൾ നമുക്ക് വ്യത്യാസം എടുത്ത് നോക്കിയാൽ അല്ലേ. അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അത് 2² - 2, അതായത് 2² 4 അല്ലേ. 4 - 1 4 - 2 എന്ത് കിട്ടും? 2 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ്, ഇവിടുത്തെ വ്യത്യാസം 2 ആണ്. അടുത്ത വ്യത്യാസം, അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും 2 തന്നെ കിട്ടുന്നത് നോക്കുക. അപ്പോൾ എന്ത് വരും? 2³ - 2². 2³ എന്ന് പറയുമ്പോൾ 8 അല്ലേ. 2² 4 അല്ലേ. 8 - 4 എത്ര വരും? 4. പിന്നെ അങ്ങോട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? ആദ്യത്തെ ഡിഫറൻസ് 2ഉം രണ്ടാമത്തെ ഡിഫറൻസ് 4ഉം അല്ലേ. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഈക്വൽ ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ എന്തല്ല? ഈ പറഞ്ഞ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അരിത്തമെറ്റിക് സീക്വൻസ് ആകണമെങ്കിൽ എന്താകണമായിരുന്നു? ഇവിടുത്തെ എല്ലാം ഡിഫറൻസ്, അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എല്ലായിടത്തും തുല്യമായി കിട്ടേണ്ടതായിരുന്നു. കിട്ടിയോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത് എന്തല്ല? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ കണ്ടീഷൻ എന്തോന്ന് ഞാൻ വീണ്ടും പറയുന്നത് എന്താണ്? അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം തുല്യമായിരിക്കണം. അപ്പോൾ അടുത്തത് നോക്കുക. അടുത്തത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എണ്ണൽ സംഖ്യകളുടെ വിൽക്രമത്തിൻ്റെ ശ്രേണി. ആ സീക്വൻസ് ഞാനൊന്ന് പറയാം. എങ്ങനെ വരും? ഇപ്പോൾ എണ്ണൽ സംഖ്യകൾ എന്താണ്? 1 2 3 4 അങ്ങനെ പോകുന്നില്ലേ. അതിൻ്റെ വിൽക്രമം എന്ന് പറയുമ്പോൾ 1ൻ്റെ റെസിപ്രോക്കൽ 1/1 അല്ലേ. 2ൻ്റെ റെസിപ്രോക്കലോ 1/2, 3ൻ്റെ റെസിപ്രോക്കലോ 1/3, അതായത് 1/1 1/2 1/3 1/4 ഇങ്ങനെ പോകില്ലേ. 1/1 1 തന്നെയല്ലേ. അപ്പോൾ 1/2 1/3 1/4 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കലായിട്ട് വരുന്ന സീക്വൻസ്, വിൽക്രമമായിട്ട്, അതായത് എണ്ണൽ സംഖ്യകളുടെ വിൽക്രമമായിട്ട് വരുന്ന സീക്വൻസ്. ഇവിടെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അവ തുല്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ സ്വയം ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ സ്വയം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ് ഇതുവരെ പറഞ്ഞത്? സീക്വൻസുകളെ കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അരിത്തമെറ്റിക് സീക്വൻസുകളെ കുറിച്ച് പറഞ്ഞു. എപ്പോഴാണ് ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആവുന്നത്? അവയുടെ പൊതുവ്യത്യാസം, ആ നമ്പർ പാറ്റേൺസിൽ ആ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാകുമ്പോഴാണ് ഒരു സീക്വൻസിനെ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ്, അതാണ് എന്തെന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പ്രോപ്പർട്ടി, പ്രത്യേകത എന്ന് പറയുന്നത്. ബാക്കിയുള്ള സീക്വൻസുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് എന്താണ്? അവയുടെ പൊതുവ്യത്യാസം തുല്യമായതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. അതായത് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എൻഡ് ടൈം, ഏത് അരിത്തമെറ്റിക് സീക്വൻസ് എന്നാലും അതിൻ്റെ എൻഡ് ടൈം അഥവാ ഓൾജിബ്രൈക് ഫോം, ബീജഗണിത രൂപം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഞാൻ എഴുതുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ എന്ന് എടുക്കുന്നു. ഫസ്റ്റ് ടൈം എ. ഓക്കെ, ഫസ്റ്റ് ടൈമിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു? x1. ഇപ്പോൾ x1 എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന
ഒരു സംഖ്യ കൂട്ടി കിട്ടുന്നതാണല്ലോ അരിത്മെറ്റിക് സീക്വൻസ്. ആ കൂട്ടുന്ന സംഖ്യ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ്. ആ കോമൺ ഡിഫറൻസിനെ ഞാൻ ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. എന്താണ്? ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈമിൻ്റെ ഡി കൂട്ടുമ്പോൾ എന്ത് കിട്ടും? സെക്കൻഡ് ടൈം കിട്ടും. അപ്പോൾ ഈ x2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഈ ഫസ്റ്റ് ടൈമിലൂടെ ഡി കൂട്ടുമ്പോൾ, അതായത് എ പ്ലസ് ഡി. സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ടൈം എന്ത് കിട്ടും? ഈ സെക്കൻഡ് ടൈമിലൂടെ വീണ്ടും ഡി കൂട്ടുമ്പോൾ, ഈ സെക്കൻഡ് ടൈമിലൂടെ ഡി കൂട്ടുമ്പോൾ എങ്ങനെ വരും? എ പ്ലസ് ഡി പ്ലസ് ഡി, അതായത് എ പ്ലസ് 2d ആണേ. അപ്പം എന്ത് കിട്ടി? തേർഡ് ടൈം എന്ന് പറയുന്നത് എ പ്ലസ് 2d. അടുത്തത് നോക്കാം, x4, അതായത് ഫോർത്ത് ടൈം, നാലാം പദം. ഈ മൂന്നാം പദത്തോട് വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴല്ലേ, അപ്പോൾ എന്ത് വരും? എ പ്ലസ് 2d പ്ലസ് ഡി, അതായത് എ പ്ലസ് 3d. ഇങ്ങനെ പോകുമല്ലോ അരിത്മെറ്റിക് സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഒരു ജനറൽ ഫോം. ഇങ്ങനെ വരും. ഫസ്റ്റ് ടൈം എയും കോമൺ ഡിഫറൻസ് ഡിയും എടുക്കുകയാണ് എങ്കിൽ എ, സെക്കൻഡ് ടൈം എ പ്ലസ് ഡി, തേർഡ് ടൈം എ പ്ലസ് 2d, ഫോർത്ത് ടൈം എ പ്ലസ് 3d, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇനി നിങ്ങളൊക്കെ ഈ വരുന്ന ടേം പൊസിഷനും ടേമും നമ്മൾ എന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ നോക്കുക. ഫസ്റ്റ് നമ്മൾ എഴുതി വെക്കാം. x1 എന്ന് എഴുതി. x1 എന്ന് പറയുന്നത് എ ആണ്. x2 എ പ്ലസ് ഡി. x3 എ പ്ലസ് 2d. x4 എ പ്ലസ് 3d. ഓക്കെ, നമുക്ക് അവസാനത്തെ നോക്കാം. ഫോർത്ത് ടൈം നോക്കേ. x4 ഇവിടെ സഫിക്സ് 4 ആയിരുന്നു അല്ലേ? x4 എന്ത് കിട്ടി? എ പ്ലസ് 3d കിട്ടി അല്ലേ? ഇവിടെ സഫിക്സ് 4 ആയിരുന്നപ്പോൾ ഡിയുടെ കൂടെ വരുന്ന നമ്പർ, ഡിയുടെ കോഎഫിഷ്യൻ്റ് എന്താണ്? ഇതിനേക്കാൾ 1 കുറവ് അല്ലേ? അപ്പോൾ x4 എന്ന് പറയുന്നത് എ പ്ലസ് 3d കിട്ടി. 4-നേക്കാൾ 1 കുറവായിരിക്കും ഡിയുടെ കൂടെ വരുന്ന നമ്പർ. അടുത്തത് നോക്കേ, ഇവിടെ സഫിക്സ് വരുന്ന 3, അതിനേക്കാൾ 1 കുറവ്. ഇവിടെ സഫിക്സ് വരുന്ന 2, അതിനേക്കാൾ 1 കുറവ്. 1d അല്ലേ? ഇവിടെ സഫിക്സ് 1, അതിനേക്കാൾ 1 കുറവാകുമ്പോൾ എ പ്ലസ് 0d, ഇങ്ങനെ എഴുതാമല്ലോ അല്ലേ? അപ്പോൾ എല്ലായിടത്തും ഫസ്റ്റ് ടൈം എ തന്നെയാണ്. എ പ്ലസ് പിന്നെ ഒരു ഡി ടൈം കാണും. x1 ആകുമ്പം എ പ്ലസ് 0d, x2 ആകുമ്പം എ പ്ലസ് 1d, x3 ആകുമ്പോൾ എ പ്ലസ് 2d, x4 ആകുമ്പോൾ എ പ്ലസ് 3d അല്ലേ? അതായത് ടേം പൊസിഷനിൽ നിന്ന് 1 കുറവാണ് ഡിയുടെ കൂടെ വരുന്ന നമ്പർ, ഡിയുടെ കൂടെ വരുന്ന കോഎഫിഷ്യൻ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് x5 എന്ത് വരും? സംശയമില്ലാതെ പറയാം, എന്തായിരിക്കും? എ പ്ലസ് 4d ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ x10 എന്ത് വരും? എ പ്ലസ് എന്തായിരിക്കും? ഇതിനേക്കാൾ 1 കുറവായിരിക്കും, 9d. അങ്ങനെയാണെങ്കിൽ xn എങ്ങനെ വരും? xn ഇസ് ഈക്വൽ ടു പറഞ്ഞേ എ പ്ലസ്, അടുത്തത് ഇവിടുത്തെ സഫിക്സ് ഇതിനേക്കാൾ 1 കുറവാകുമ്പോൾ എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഓക്കെ, അപ്പോൾ ഏതൊരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെയും അതിൻ്റെ ഒന്നാം പദം ഫസ്റ്റ് ടൈം എയും കോമൺ ഡിഫറൻസും ഡിയും ആണ് എങ്കിൽ അതിൻ്റെ nth ടൈം എന്ത് വരും? xn ഇസ് ഈക്വൽ ടു എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ആദ്യത്തെ ഒരു ഇക്വേഷൻ ആണിത്. nth ടൈം അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ. എന്താണ്? എ പ്ലസ് xn ഇസ് ഈക്വൽ ടു എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എന്താണ് എ എന്ന് പറയുന്നത്? ഓരോ ടൈമും പറഞ്ഞിരിക്കുക. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം. ഈ എക്ക് പകരം എഫ് ഉപയോഗിക്കാം, പലരും ഉപയോഗിക്കുന്നുണ്ട്. എ എന്ന് ഉപയോഗിക്കാം അല്ലെങ്കിൽ എഫ് ഉപയോഗിക്കാം. കോമൺ ഡിഫറൻസ് ഡി. ഓക്കെ, അപ്പോൾ എന്താണ് ഇക്വേഷൻ? xn ഇസ് ഈക്വൽ ടു nth ടൈം അഥവാ ഓൾജിബ്രായിക് ഫോം ഓഫ് എ സീക്വൻസ് xn ഇസ് ഈക്വൽ ടു എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഓക്കെ, ഈ ഇക്വേഷൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്ത് വേറൊരു ഫോമിലോട്ട് കൊണ്ടെത്തിക്കാം. എങ്ങനെയാണ്? xn ഇസ് ഈക്വൽ ടു എ പ്ലസ് ഈ ഡി ടൈമിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അകത്തോട്ട് 2 ടൈമില്ലേ? n ഉണ്ട്, ഒരു -1 ഉണ്ട്. അകത്തോട്ട് വിളിക്കുമ്പോൾ എന്ത് വരും? n ഇൻറ്റു ഡി, n ഡി, ഡി ഇൻറ്റു -1 മൈനസ് ഡി. ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. xn ഇസ് ഈക്വൽ ടു എൻ ഡി പ്ലസ് എ മൈനസ് ഡി. ഓക്കെ, എൻ ഡി ടൈം ആദ്യം എഴുതി, എ ടൈം രണ്ടാം എഴുതി. ഇപ്പം എൻ ഡി പ്ലസ് എ മൈനസ് ഡി. ഈ ഇക്വേഷൻ ഇത് ഏത് ഫോമിൽ പഠിച്ചാലും കുഴപ്പമില്ല, ഇത് അറിഞ്ഞിരിക്കുക. ഇത് 2 ഇക്വേഷൻ മാറ്റാൻ കാരണം വേറൊന്നുമല്ല, രണ്ടിലേതെങ്കിലും ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞു എന്തിനാണ്? ഓൾജിബ്രായിക് ഫോം ഉപയോഗിക്കാൻ കുറച്ചുകൂടെ എളുപ്പം ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ടൈം കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ, ഒരു സീക്വൻസിൻ്റെ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ടൈം കണ്ടുപിടിക്കാനാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇതിലേതെങ്കിലും ഒരെണ്ണം പഠിച്ചാലും 2 പഠിച്ചാലും ആരും തെറ്റൊന്നും പറയത്തില്ല, ഇതിനകത്തൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ, ഏതാണോ നിങ്ങൾക്ക് എളുപ്പമുള്ളത് അത് പഠിക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ എന്ത് പഠിച്ചു? അരിത്മെറ്റിക് സീക്വൻസിൻ്റെ nth ടൈം അഥവാ
ഓൾജിബ്രൈക് ഫോം എങ്ങനെ കണ്ടുപിടിക്കുന്നത് പഠിച്ചു. ഇനി നമ്മൾ ബോർഡിൽ ഒരു 3 അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എല്ലാം എന്ത് ടൈം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ എന്ത് ടൈം കണ്ടുപിടിക്കുമ്പോൾ അവയ്ക്ക് എന്തെങ്കിലും പൊതുവായ പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ സീക്വൻസ് 2, 6, 10 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 2, 6 ഇത് തമ്മിലുള്ള വ്യത്യാസം 6ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 4. അതായത് 2നേക്കാൾ 4 കൂടുതലാണ് 6. അടുത്തത് 4 തന്നെയാണോ കൂട്ടുന്നത് അല്ലേ? 6 + 4 10 അല്ലേ ആണല്ലോ. അപ്പോൾ ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ എല്ലാം പൊതു വ്യത്യാസം 4 ആണല്ലോ. അപ്പോൾ പൊതു വ്യത്യാസത്തെ സൂചിപ്പിക്കുന്ന ലെറ്റർ നമുക്കറിയാം ഡി ആണ്. അത് എത്രയാണ്? 4. D = 4. ഓക്കെ, ഫസ്റ്റ് ടൈമോ? ഫസ്റ്റ് ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എ ആണ്. A = 2. അപ്പോൾ എയും കിട്ടി, ഡിയും കിട്ടി. ഓക്കെ, ഇതിൻ്റെ എന്ത് ടൈം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെയാണ് എന്ത് ടൈം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? xn = 2 ഇക്വേഷൻ പറഞ്ഞു. ഞാൻ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. xn = dn + a - d. ഓക്കെ, കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുക്കുന്നു. ഡിക്ക് പകരം എന്ത് കൊടുക്കുന്നു? xn = എന്ത് കിട്ടും? ഡിക്ക് പകരം 4. അപ്പോൾ 4n + എക്ക് പകരമോ 2 - ഡിക്ക് വീണ്ടും 4. എന്ത് വരും? xn = 4n - 2. എങ്ങനെ -2 2 - 4 എന്ത് കിട്ടും? 2 - 4 ചെറുതിന് വലുത് കുറയ്ക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? -2 കിട്ടും അല്ലേ? 2 - 4 -2 ആണല്ലോ. ഓക്കെ, അപ്പോൾ xn = 4n - 2. ക്ലിയർ ആണല്ലോ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എന്ത് കിട്ടി? ഓൾജിബ്രൈക് ഫോം അഥവാ എന്ത് ടൈം കിട്ടി? എന്ത് കിട്ടി? xn = 4n - 2. അടുത്തതിലോട്ട് നോക്കാം. അടുത്ത സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ആദ്യം ചെക്ക് ചെയ്യുക. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? 7, 9, 11 എത്ര വെച്ച് കൂടി പോകുന്നു? 2 വെച്ച് അല്ലേ? എല്ലായിടത്തും 2 വെച്ചാണല്ലോ കൂടി പോകുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? എത്ര വെച്ചാൽ കൂടി പോകുന്നത്? അത് തന്നെയാണ് കോമൺ ഡിഫറൻസ്. ഇവിടെ എത്ര വെച്ചാൽ കൂടി പോകുന്നത്? 2 വെച്ച്. അപ്പോൾ D = 2. എത്രയാ ഫസ്റ്റ് ടൈം? 7 അല്ലയോ? അപ്പോൾ അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? A = 7. കറസ്പോണ്ടിങ് സീക്വൻസിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? അരിത്തമെറ്റിക് സീക്വൻസ് കറസ്പോണ്ടിങ് സീക്വൻസിൻ്റെ എന്ത് ടൈം കണ്ടുപിടിക്കാം? xn = ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കാം. എന്താ ഇക്വേഷൻ? xn = dn + a - d ആണല്ലോ. ഇപ്പം വാല്യൂ എടുക്കാം. ഡിക്ക് വരാം. ഇവിടുത്തെ ഡിയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. 2n + a - d. a എത്രയാ? a എന്ന് പറയുന്നത് 7 മൈനസ് d എത്രയാണ്? 2. അപ്പോൾ എന്ത് കിട്ടും? xn = 2n + 5. അപ്പോൾ അടുത്തതിൻ്റെ ഓൾജിബ്രൈക് ഫോം കിട്ടി. ബീജഗണിത രൂപം കിട്ടി. 2n + 5. ആദ്യത്തതിന് 4n - 2 ആയിരുന്നു. രണ്ടാമത്തെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെത് xn = 2n + 5 എന്ന് കിട്ടി. അടുത്ത സീക്വൻസ് നോക്കാം. അവിടുത്തെ കോമൺ ഡിഫറൻസ് D = എത്ര നോക്കേ? 11, 21, 31. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? എത്ര വെച്ചാൽ കൂടി പോകുന്നത്? ഇത് നമ്മുടെ ഡിഫറൻസ് നോക്കുക. എത്രയാ? 10 കിട്ടും. ഇതിൻ്റെ നമ്മുടെ ഡിഫറൻസ് എത്രയാ? 10 കിട്ടും. അപ്പം കൂടി പോകുന്ന ഒരേ സംഖ്യ വെച്ചാണ് കൂടി പോകുന്നത് അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് തുല്യമാണ്. അപ്പോൾ D = 10. A = ഫസ്റ്റ് ടൈം എത്രയാണ്? 11 ആണല്ലോ. അപ്പം ഡിയും കിട്ടി, എയും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം നമുക്ക് എഴുതാം. xn = എന്താണ് ഇക്വേഷൻ? dn + a - d ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് വാല്യൂസ് ഡിക്കും എക്കും കൊടുക്കുക. ഡി എത്രയാണ്? 10. അപ്പം എന്ത് വരും? xn = 10n + a എത്രയാണ്? 11 മൈനസ് d എത്രയാ? 10. അപ്പം എന്ത് വരും? 10n + 1 അല്ലേ? xn = 10n + 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സീക്വൻസിൻ്റെ തന്നിരിക്കുന്ന 3 സീക്വൻസിൻ്റെയും ബീജഗണിത രൂപം ഓൾജിബ്രൈക് ഫോം അഥവാ nth ടേം അഥവാ n-ാം പദം കിട്ടി അല്ലേ? ഈ n-ാം പദങ്ങൾ നോക്കിയേ. 3ൻ്റെയും n-ാം പദങ്ങൾക്ക് ഒരു പൊതുവായ പ്രത്യേകത ഉണ്ട്. ആദ്യത്തത് xn = 4n - 2 എന്ന് കിട്ടി. അടുത്തത് xn = 2n + 5 എന്ന് കിട്ടി. അടുത്തത് xn = 10n + 1 എന്ന് കിട്ടി. അതായത് ഇവിടെ ഒരു n ടൈം കൊണ്ട് എല്ലായിടത്തും അല്ലേ? ഒരു n-ഉം അതിൻ്റെ കൂടെ ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ട് അല്ലേ? എല്ലായിടത്തും ഒരു n ടൈമില്ല. ഇവിടെ 4n ഉണ്ട്, ഇവിടെ 2n ഉണ്ട്, ഇവിടെ 10n ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ കോൺസ്റ്റൻ്റ് ഇവിടുത്തെ കോൺസ്റ്റൻ്റ് -2, ഇവിടുത്തെ കോൺസ്റ്റൻ്റ് +5, ഇവിടുത്തെ കോൺസ്റ്റൻ്റ് +1 അല്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാം ജനറലായിട്ട് നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം ഏത് ഫോമിൽ വരുമെന്ന് വെച്ചാൽ അതിനെ പൊതുവായി നമുക്ക് xn = pn + 2 എന്ന ഫോമിലായിരിക്കും കിട്ടുന്നത് അല്ലേ? xn = pn +
ക്യൂ എന്ന ഫോമിലായിരിക്കും നമുക്ക് എല്ലാ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത്. ഏത് ഫോമിലായിരിക്കും? Pn പ്ലസ് ക്യൂ എന്ന ഫോമിലായിരിക്കും. എല്ലായിടത്തും അങ്ങനെയല്ലേ? 4n - 2 ഒരു n ടേമും പിന്നെ ഒരു കോൺസ്റ്റൻറ്റും, ഇവിടെ ഒരു n ടേമും പിന്നെ ഒരു കോൺസ്റ്റൻറ്റും, ഇവിടെയും ഒരു n ടേമും പിന്നെ ഒരു കോൺസ്റ്റൻറ്റും. അപ്പോൾ എങ്ങനെ കിട്ടും? xn = Pn പ്ലസ് ക്യൂ എന്ന ഫോമിലായിരിക്കും നമുക്ക് ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത്. ഇനി ഒന്നും കൂടെ നോക്കേ, ഓരോന്നിൻ്റെയും nth ടേം ആ nth ടേമിൻ്റെ എല്ലാം ഈ n-ൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്ന സംഖ്യകൾ നോക്കേ ഉണ്ടോ? ഇവിടുത്തെ n-ൻ്റെ കോഎഫിഷ്യൻ്റ് 4, കറസ്പോണ്ടിങ് ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസും 4. ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 2, ഇവിടുത്തെ n-ൻ്റെ കോഎഫിഷ്യൻ്റ് 2. ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 10, ഇവിടുത്തെ n-ൻ്റെ കോഎഫിഷ്യൻ്റ് 10. അതായത് ഇങ്ങനെ വരുവാണെങ്കിൽ xn = Pn പ്ലസ് ക്യൂ എന്ന ഫോമിൽ വരുന്ന ഒരു സീക്വൻസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എന്താണ് പൊതു വ്യത്യാസം എന്ന് പറയുന്നത് n-ൻ്റെ കൂടെ വരുന്ന സംഖ്യ, അതായത് n-ൻ്റെ കോഎഫിഷ്യൻ്റ് n-ൻ്റെ ഗുണോത്തരമായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഈ ഫോമിലാണ് xn = Pn പ്ലസ് ക്യൂവിലാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടുന്നതെങ്കിൽ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? P ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോമിൻ്റെ പൊതുവായ രൂപം xn = Pn പ്ലസ് ക്യൂ എന്നതായിരിക്കും. മാത്രമല്ല അവിടെ n-ൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് ഏത് സംഖ്യ വരുന്നോ അതായിരിക്കും ആ സീക്വൻസിൻ്റെ പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ്. ക്ലിയർ? അപ്പോൾ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇനി ഈ സീക്വൻസിൻ്റെ എല്ലാം ഓരോ ടേം കണ്ടുപിടിക്കുന്നതും ഓരോ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോമിൻ്റെ ഒരു വർക്ക് ഞാൻ തരാം. അത് നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമുക്ക് തരാവുന്നതാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി ഈ സീക്വൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അതിൽ ഓരോ ടേം കണ്ടുപിടിക്കാനുണ്ട്. ഓരോ ടൈം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ടൈം തമ്മിലുള്ള റേഷ്യോയുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് അടുത്ത സെക്ഷനിൽ വരുമ്പോൾ പിന്നെ ഇതിൻ്റെ സമ്മിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നന്ദി.